സൂര്യയുടെ പുതിയ സിനിമയായ വിശ്വനാഥ് ആൻഡ് സൺസിലെ ദ വെഡ്ഡിംഗ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. വാ, സൂര്യ തന്നെയാണ് ഈ പാട്ടും പാടിയിരിക്കുന്നത്. സിത്താര എന്റർടൈൻമെന്റ്സ്, ദ വൺ സൂര്യ. പുതിയ ടൈറ്റിൽ കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജി.വി. പ്രകാശ് കുമാർ മ്യൂസിക്കൽ, വിശ്വനാഥ് ആൻഡ് സൺസ്, വെങ്കയ്യന്നൂരി. സൂര്യാണ് കേട്ടോ പാടിയിരിക്കുന്നത്. സംഭവമുണ്ടോ പാട്ട് മരുന്നേ ഉള്ളൂ. അമിത ഇത് സൂപ്പർ. ഇതാണ് പ്രോമോയിലും ഉണ്ടായിരുന്നു. ഡാൻസ് ലിറിക്സ് ഒരു ഇത് സൂപ്പർ. ആക്ച്വലി ഈ രാജ വന്നാൽ ആ ഒരു ഹുക്ക് വരുമ്പോ പാട്ട് നല്ലൊരു പാട്ടായിട്ടാണ് ടോട്ടലി ഫീൽ ചെയ്യുന്നത്. ആ ഒരു ബാങ്ങർ, ഇൻസ്റ്റന്റ് ബാങ്ങറിന് ആ ഒരു ഫീൽ ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് തുടക്കത്തിൽ ആ ലിറിക്സ് വരുമ്പം എന്തോ ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ആ ഒരു വോയിസും ഒന്നും മാച്ച് ആവാത്ത പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഓക്കീഷ് ആയിട്ട് തോന്നിയിട്ടില്ല. സൂര്യ ആയോണ്ടെന്നല്ല, സൂര്യയുടെ ആ വോയിസ് നല്ല വോയിസ് തന്നെയാണ്. ഏക് ദോ തീനിൽ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടിൽ ഒരു മ്യൂസിക്കിനോട് ചേർന്ന് ആ വോയിസ് കേൾക്കാത്ത പോലെ തോന്നുന്നു. ആ വോയിസ് പാട്ട് ലിറിക്സും ഒരു ഓക്കേഷ് ഫീൽ തോന്നുന്നില്ല. പക്ഷെ ഈ ഹുക്ക് കൊള്ളാം. മമ്മിലിപ്പ എല്ലാ പടത്തിലുണ്ട്. കണ്ട സിംഗർ സൂര്യ, ലിറിക്സ് കരുണാസ്, യൂത്തിലെ നടായി ഭയങ്കര വിജയ്. ഇത് ഒരു നല്ല VFX കേട്ടാ. എന്തോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ലിപ്സിംഗ് ഒക്കെ എവിടെയോ പോണ്. ഒട്ടും പോയാ. ഓ, അതിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ഇടയ്ക്ക് ഡിസൈനർ ബംഗ്ല, നവിൻ നൂലിയാണ് എഡിറ്റർ. നിമിഷ് രവി, നിമിഷ് രവിയാണ് DOP കേട്ടോ, മലയാളിയാണ്. പാട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായി കാണും. പാട്ട് പോരാ, ലിറിക്സും പോരാ. സൂര്യ പാടുന്ന ആ ഒരു ലിങ്ക് ആവുന്നില്ല. ആ ഒരു വോയിസും ഇതിനോട് മാച്ചും ആവുന്നില്ല. പാട്ട് പാടുന്നതിനെക്കാട്ടും പാട്ട് വായിക്കുന്ന പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തേക്ക്. ആ വീഡിയോ സോങ്ങും എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു അതായത് ബാക്കിലൊക്കെ ഭയങ്കര VFXും കാര്യങ്ങളൊക്കെയാണ്. ഒരു പണക്കാര വീട്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പടം മുഴുവന്. പിന്നെ നമ്മൾ അതൊന്നും നോക്കണ്ട, ചിലപ്പോ പടം നല്ലൊരു പടങ്ങളായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ പാട്ട് ഇതുവരെ ഒന്നും വർക്കായിട്ടില്ല. പേഴ്സണലി എനിക്കൊന്നും വർക്കായിട്ടില്ല. ആ ഒരു ഹുക്ക് സ്റ്റെപ്പ്, ആ ഒരു രാജ വന്നാൽ അത് കൊള്ളാം. ബാക്കിയെല്ലാം അൻസൂരുടെ വോയിസും ഈ പാട്ടിനോട് മാച്ച് ആവുന്നില്ല. ഇത് ഇത് സൂപ്പർ. തെറ്റിടുന്നെല്ലാം കാണിക്കുമ്പോ വലിയ ഒരു August 14 ഉണ്ടായിരുന്നു കേട്ടാ.
ആൻഡ് പാട്ടിന്റെ പേര് ദ വെഡ്ഡിങ് സോങ് ആണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശാണ്. ആൻഡ് ലിറിക്സ് കെൻ കരുണാസ് ആണ്. കൊറിയോഗ്രാഫി ആണെങ്കിൽ സേഗർ വിജയ് ആണ്. ആൻഡ് സൂര്യയാണ് പാടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ലിറിക്സ് പോരാ എന്ന് തന്നെ വേണം പറയാൻ. ലിറിക്സ് ഒരു കണക്ട് ആകുവാനുള്ള ലിറിക്സും ഇല്ല. ലിറിക്സ് ആകെപ്പാടെ ഒന്ന് കേൾക്കുന്നും ഇല്ല, ടു ബി ഓണസ്റ്റ്. രണ്ടാമത് സൂര്യയുടെ വോയിസ് ഈ പാട്ടുമായിട്ട് ഒരു രീതിയിലും മാച്ച് ആവുന്നില്ല. പാടുന്നത് എവിടെയോ പോകുന്നു, ലിറിക്സ് എവിടെയോ പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് സൂര്യ പാടുമ്പോ തന്നെ ആ ഒരു എനർജി ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ പാട്ടില്. പാട്ട് പാടുന്ന പോലെയും തോന്നുന്നില്ല, പാട്ട് ഇങ്ങനെ തന്നെ വായിക്കുന്ന പോലെയാണ് തോന്നിയത്. കാരണം ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ് ആകെ വരുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും പതി എന്തോ വായിച്ചെന്തോ വിടുന്ന പോലെയാണ്. അത് അവിടെ ബീറ്റും ലിറിക്സും ശോകവും ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. വോയിസും ശോകമായിട്ടുണ്ട്, അങ്ങനെ അവിടെ പാടുന്ന ആ ഒരു സ്റ്റൈലും ശോകമായിട്ടുണ്ട്. സത്യത്തില് ആകെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആ ഹുക്ക് സ്റ്റെപ്പ്, ആ രാജ വന്താലെ ആ ഒരു, അതായത് പ്രോമോ റിലീസ് ചെയ്ത ആ ഒരു ബാങ്കർ ആ ഒരു സാധനം വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ടുണ്ട്. ബട്ട് ടോട്ടലി പാട്ട് ഓവറോൾ എടുക്കുവാണെങ്കിൽ പാട്ട് പോരാ എന്ന് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. ലിറിക്സ് പോരാ, സൂര്യ പാടിയതും പോരാ. ആൻഡ് പാട്ട് ഒരു രീതിയിലും മാച്ച് ആവുന്നില്ല. സൂര്യ എവിടെയോ പാടി പോകുന്നു, ബീറ്റ് എവിടെയോ പോകുന്നു, ആൻഡ് ലിപ്സിംഗ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എല്ലാത്തിനും ഉപരി സൂര്യ പാടുമ്പോ തന്നെ പാടുന്നില്ല, പഠിച്ച് ഇങ്ങനെ കാണാതെ എന്തോ പറയുന്ന പോലെ ഇങ്ങനെ വായിച്ചു വിടുന്ന പോലെയാണ് തോന്നിയത്. നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അങ്ങനെ പാടുമ്പോ തന്നെ മനസ്സിലാവും. ആൻഡ് സ്റ്റെപ്പും വലിയ രീതിക്ക് അങ്ങനെ എടുത്തു പറയാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ആയിട്ട് ഇല്ല. പിന്നെ വീഡിയോ വിഷ്വൽസും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ഒരു, അതാണ് പറഞ്ഞ ആ ഒരു ഹുക്ക് സ്റ്റെപ്പിന്റെ ആ ഒരു ഡാൻസും ആ ഒരു ലൈനും ആ ഒരു 30 സെക്കൻഡോളം നന്നായിട്ടുണ്ട്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഓവറോൾ ഡാൻസ് ആയിരുന്നാലും വിഷ്വൽസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും ലിറിക്സ് ആയിരുന്നാലും വോയിസ് ആയിരുന്നാലും ബീറ്റ് ആയിരുന്നാലും എന്തോ ഒരു ഉഷാർ വന്നില്ല. ആ ഒരു ഞാൻ പ്രതീക്ഷിച്ച ഒരു സാധനം അല്ല വന്നത്. ഞാൻ അതായത് ഈ ഒരു ഇതിന്റെ പ്രോമോ റിലീസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ഒരു നല്ലൊരു പാട്ട് വരുന്നത് തന്നെയാണ് ഒരു കുറച്ചുകൂടെ സ്പീഡ് അപ്പ് ആയിട്ടുള്ള. പക്ഷെ ഇത് സ്പീഡ് പാട്ടും അല്ല, ലിറിക്സും ശോകം, ബീറ്റും ശോകം, ആൻഡ് സൂര്യ പാടുന്നതും ശോകം. എല്ലാത്തിലും ഉപരി ആ ഒരു വീഡിയോ സോങ്ങും പോരാ, എന്തോ എന്തോ ഒരു സോങ് വീഡിയോ പോലെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്നും എന്തെങ്കിലും പറയാനോ പിടിക്കാനോ ഉള്ള ഒന്നും തോന്നുന്നുമില്ല. ഒന്നും ഇല്ലെന്താനും എന്നാണ് പേഴ്സണൽ ആയിട്ട് എന്റെ ഒപ്പീനിയൻ. മൊത്തത്തിൽ ദ വെഡിങ് സോങ് സത്യം പറഞ്ഞാല് മരണ വീട് സോങ് പോലെ ആയി. ആ ഒരു ഹുക്ക് സ്റ്റെപ്പും കൂടെ ഇല്ലെങ്കിൽ പാട്ട് അപ്പാടെ തീർന്നു പോയെങ്കിൽ ശോകം പാട്ടായിരുന്നേനെ.